ഇടുക്കിയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. തമിഴ്നാട് സ്വദേശികൾ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഏലപ്പാറ ചെമ്മണ്ണിൽ വെച്ചായിരുന്നു അപകടം. ആൽവിൻ തോമസ് നൽകും വിവരങ്ങൾ. ആൽവിൻ, ആർക്കും പരിക്കില്ല, അല്ലെങ്കിൽ യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടെന്ന് തന്നെ ആശ്വാസകരം. എന്താണ് സംഭവിച്ചത്? എപ്പോഴായിരുന്നു സംഭവം? നിശ്ചയമായും അത് അത്ഭുതകരമായി തന്നെ രക്ഷപ്പെട്ടു എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. ഏലപ്പാറ കൊച്ചു കരിന്തിരി ഉപ്പുതറ റോഡിലാണ് വൈകിട്ട് ചെമ്മണ്ണ് ഒടിച്ചുകുത്തിയ വളവിന് സമീപത്ത് വെച്ചാണ് ഏതാണ്ട് 7:30 മണിയോടുകൂടി ഈ കാറിന് തീ പിടിക്കുന്നത്. അത് ആദ്യം പുക ഉയരുകയായിരുന്നു. ഇത് കണ്ടുകൊണ്ട് വാഹനത്തിലുണ്ടായിരുന്ന 4 പേർ, അവർ തമിഴ്നാട് സ്വദേശികളാണ്, ചെന്നൈ സ്വദേശികളാണ്. അവർ ഈ ഇടുക്കിയിൽ വന്ന് തിരിച്ച് മടങ്ങുമ്പോഴാണ് ഈ അപകടം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പുക ഉയരുന്നത് കണ്ട് ഇവർ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങുകയും നിമിഷ നേരങ്ങൾക്കകം കാർ ഏതാണ്ട് പൂർണ്ണമായും അഗ്നിക്കിരയായി കത്തി നശിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ആർക്കും പരിക്ക് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരം. ഇവർ പുറത്തിറങ്ങിയതോടെ നാട്ടുകാർ കൂടുകയും പെട്ടെന്ന് ഫയർഫോഴ്സിൽ വിവരമറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഫയർഫോഴ്സ് എത്തുമ്പോഴേക്കും ഏതാണ്ട് കാർ പൂർണ്ണമായും നശിച്ചു, അല്ലെങ്കിൽ കത്തി നശിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. റെനോൾട്ട് കാറാണ് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ അപകടം സ്ഥിരമായി ഈ ഇടുക്കിയിലെ പല മേഖലകളിലും ഈ കാർ കത്തുന്നത് ഈ കമ്പനിയുടെ വാഹനത്തിന്റെ പല മോഡലുകളുള്ള വാഹനമാണ് എന്നുള്ളത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇടുക്കിയുടെ ഹൈറേഞ്ച് മേഖലയിൽ ഓടുന്ന വാഹനങ്ങൾക്ക് തീ പിടിക്കുന്നതെല്ലാം ഏതാണ്ട് ഈ കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള വണ്ടികളാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അതുകൊണ്ട് തന്നെ അപ്പോൾ തന്നെ ഫയർഫോഴ്സ് എത്തുകയും തീ അണയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നത്. ഏതാണ്ട് 1.5 മണിക്കൂറിന് ശേഷമാണ് തീയാണ് പൂർണ്ണമായും അണച്ചത്. അപ്പോഴേക്കും കാർ ഏതാണ്ട് പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു. 4 പേരും അത്ഭുതകരമായി തന്നെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ചെന്നൈയിൽ സ്വദേശികളായിട്ടുള്ള ആളുകളാണ്. അവർ ഇടുക്കിയിൽ എത്തി മടങ്ങുമ്പോഴാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ശരി, ആൽവിൻ തോമസ് ആണ് ഇടുക്കിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.